Android programming. Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് യൂസർ ഇന്റർഫേസ് ഡെവലപ്മെന്റ് ആയിരുന്നു. അതിലെ കണ്ടന്റുകളായിരുന്നു ബിൽഡിംഗ് UI, അതുപോലെ കോമൺ കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡാപ്റ്റർ വ്യൂസ് പറഞ്ഞ്, ലാസ്റ്റ് സ്റ്റൈൽ ആൻഡ് തീംസ്. ഓക്കെ, ഇതിനൊക്കെ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ഇന്ന് ക്ലാസ് എടുക്കുന്ന കണ്ടന്റ് ലേഔട്ട് മാനേജേഴ്സ്. എന്താണ് ലേഔട്ട് മാനേജേഴ്സ്? ലേഔട്ട് എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു യൂസർ ഇന്റർഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കറന്റ് ആക്ടിവിറ്റിയിലെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും, അതിന്റെ ലേഔട്ട് അറേഞ്ച് ചെയ്യുന്നത്, ആ ഒരു ആക്ടിവിറ്റിന്റെ ലേഔട്ട് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കുന്ന കണ്ടന്റ് ആണ്. മൾട്ടിപ്പിൾ ടൈപ്സ് ലേഔട്ടുകൾ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ, ലീനിയർ ലേഔട്ട്. ഓർഗനൈസസ് ഇസ് ചിൽഡ്രൻ ഐദർ ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി. ലീനിയർ ആണ്. വെർട്ടിക്കൽ ലീനിയർ ലേഔട്ടും ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ ലീനിയർ ലേഔട്ടും നമുക്ക് അവൈലബിൾ ആണ്. ആ രണ്ട് കേസാണ് പറഞ്ഞത്. ഓക്കെ, ഈ പിക്ചറാണ് ലീനിയർ ലേഔട്ട് എന്ന് പറയുന്നത് കണ്ടന്റ്. ഓക്കെ, എന്താ ഇവിടെ 1 2 3 ഉണ്ടോ, ഈ ഒരു ഓപ്ഷൻ ഇതാണ് ലേഔട്ട്. ഇത് വെർട്ടിക്കലാണ്. ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഇത് താഴെയാണ് വന്നത്, അതിന് നെക്സ്റ്റ് വരുന്നത് അതിലും താഴെ വന്നത്. വെർട്ടിക്കൽ ഒന്നിനും താഴെ വരും, ലിസ്റ്റ് പോലെ. ലീനിയർ ലേഔട്ട് വരുന്നത് അതിൽ സെപ്പറേറ്റ് ആയിട്ട് വെർട്ടിക്കൽ ടൈപ്പ് വന്നു. ഇതും അതുപോലെ തന്നെയാണ്, വെർട്ടിക്കലാണ്. ലീനിയർ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ വരുന്നത്. ഇവിടെ ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്, സെന്റർ അലൈൻമെന്റ് ആ ടെക്സ്റ്റ്, അതുപോലെ റൈറ്റ് അലൈൻമെന്റ്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണ് ഫസ്റ്റ് കൺട്രോൾ ഈ ഒരു ലെങ്ത്തോട് വിചാരിക്കുക. നെക്സ്റ്റ് കൺട്രോൾ തൊട്ടപ്പുറത്ത് വരും, നെക്സ്റ്റ് കൺട്രോൾ അതിന് ശേഷം വരും. അങ്ങനെ ഈ ഒരു ലൈൻ, ഒരു ഡിവൈസിന്റെ ഈ ഒരു സ്ക്രീൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് താഴെ വരും. ആ രൂപത്തിൽ ലീനിയർ കൺട്രോൾസ് ലീനിയർ ആയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ വരും. തൊട്ട് താഴെ നെക്സ്റ്റ് വരും. അപ്പൊ ഓരോ കൺട്രോൾ വരും. ആ കൺട്രോൾ കഴിഞ്ഞ പിന്നെ സ്പേസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് കൺട്രോൾ ആ പോർഷനിൽ വരും. അതാ ഓപ്ഷനാണ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞത്. ഹൊറിസോണ്ടൽ ആയിട്ട് കൺട്രോൾസ് ആഡ് ചെയ്ത് വരും. ഏതെങ്കിലും ഓപ്ഷനിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് റോയിൽ അത് പ്ലേസ് ചെയ്ത് വരും. സോ ലീനിയർ ലേഔട്ടിൽ രണ്ട് ടൈപ്പ്. ഒന്നാമത് പറഞ്ഞത് വെർട്ടിക്കൽ, രണ്ടാമത് ഹൊറിസോണ്ടൽ. നെക്സ്റ്റ് ലേഔട്ട് ആണ് ടേബിൾ ലേഔട്ട്. ടേബുലാർ ലേഔട്ട് എന്ന് പറയും. ഓർഗനൈസ് ഇറ്റ്സ് ചിൽഡ്രൻ ഇൻ ടേബുലാർ ഫോം. ടേബിൾ നമുക്കറിയാം, കോളംസ് റോസ് അല്ലെ, ആ രൂപത്തിലാണ് വരിക, കോളംസ് റോസ് ആയിട്ട്. ടേബുലാർ ഫോമിൽ വരുന്ന കണ്ടന്റാണ് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത്. നോക്കി, ഇതാണ് ടേബുലാർ ലേഔട്ട്. ഇവിടെ 2x2 ടേബിൾ ആണുള്ളത്. 2 റോ ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടന്റ്, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ് ഒന്നാമത്തെ കണ്ടന്റ് ഉള്ളത്. ദെൻ സെക്കൻഡ് സെല്ലിൽ വരുന്നതാണ് എഡ്ഗർ. ദെൻ വേറെ ഒന്നാണ് ലാസ്റ്റ് നെയിം പ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെല്ലിൽ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് പറഞ്ഞ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ. അപ്പൊ ഇതൊരു ടേബിളർ ഫോം ആണ്. ടേബിളർ ഫോമിന് ഉദ്ദേശിച്ച് നമുക്ക് കോളംസും റോസും ഒക്കെ നമുക്ക് വേണ്ട രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെല്ലും നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഡയമെൻഷൻ യൂസ് ചെയ്തിട്ട് ഓരോ കൺട്രോൾസ് അനുസരിച്ച് നമുക്ക് ടേബിളിന്റെ സെല്ലുകൾ അറേഞ്ച് ചെയ്യാം. അപ്പൊ ടേബിളാർ ലേഔട്ടിൽ അതാണ് അഡ്വാൻറ്റേജ്. സെല്ലുകൾ നമുക്ക് വേണ്ട അനുസരിച്ച് നമുക്ക് രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഒരു ഫസ്റ്റ് റോയില് 5 കോളംസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് റോയിൽ നമുക്ക് 3 കോളംസ് ആക്കി മാറ്റാം. റോസും കോളംസും ഒക്കെ എന്ത് ചെയ്യാം, സ്പാൻ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. തേർഡ് വൺ, റിലേറ്റീവ് ലേഔട്ട്. ഓൾറെഡി എൻ്റർ ചെയ്ത ഒരു കൺട്രോളിന് വെച്ച് ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ഓർഗനൈസേഴ്സ് ഈസ് ചിൽഡ്രൻ റിലേറ്റീവ് ടു വൺ അനദർ ഓർ ടു ദ പാരന്റ്. ഒരു കൺട്രോൾ ആ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ കൺട്രോളിന്റെ, ആ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത കൺട്രോളിന്റെ വേറൊരു കൺട്രോൾ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കൺട്രോളിൽ നിന്ന് ഇത്ര മൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ, അതിന്റെ ലെഫ്റ്റ്, അതിന്റെ റൈറ്റ്, അതിന്റെ അപ്പർ, അങ്ങനെയെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഒരു കൺട്രോളിന് വേറൊരു കൺട്രോളുമായി റിലേഷൻ നടത്താം, എന്നിട്ട് നമുക്ക് ആ ലേഔട്ടിൽ അറേഞ്ച് ചെയ്യാം. ആ ഒരു ഓപ്ഷനാണ് റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ യൂസർ നെയിം, അതിന്റെ ഒരു യൂസർ നെയിം എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പാസ്വേഡ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ പാസ്വേഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു പാസ്വേഡിന്റെ, ഏത് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത്, ആ പാസ്വേഡിന്റെ ക്രൈറ്റീരിയ താഴെ പറയും. അപ്പൊ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എടുക്കാം, സ്മോൾ ലെറ്റർ, സിമ്പിൾസ്, അതുപോലെ സ്പെഷ്യൽ സിമ്പിൾസ്, ന്യൂമറിക് നമ്പേഴ്സിലെല്ലാം 5 ക്രൈറ്റീരിയ എന്ന് വിചാരിക്കാം. അപ്പൊ ഏതെല്ലാം ക്രൈറ്റീരിയ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതെല്ലാം അതിനെ വയലേറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പൊ അത് ഈ ഒരു കൺട്രോളിന് റിലേറ്റീവ് ആണ് ഈ ഒരു പോർഷൻ അല്ലെ. ദെൻ നമുക്ക് റിലേറ്റീവ് കൺട്രോൾസിന് ആഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കൺട്രോൾ കൊണ്ടുവന്നോട് വരുമ്പോൾ തൊട്ട് താഴെ എൻ്റർ ചെയ്യുന്ന ഒരു കൺട്രോൾ ഇതിന് എത്രത്തോളം മൂവ് ചെയ്തിട്ടാണ്, ലെഫ്റ്റിൽ നിന്ന് മൂവ് ചെയ്തിട്ട് റൈറ്റിൽ നിന്ന് എത്ര ഇട്ടുണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് എങ്ങനെയുണ്ട്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് ലേഔട്ട് ആണ് ഫ്രെയിം ലേഔട്ട്. എങ്ങനെയാണ് ഫ്രെയിം ലേഔട്ട് യൂസ് ചെയ്യാൻ നോക്കാം. അലൗസ് us to dynamically changes the controls in the layout. കറണ്ട് ലേഔട്ടിൽ എന്ത് ചെയ്യാം, ഡൈനാമിക് ആയി ചേഞ്ചസ് വരുത്തുക കൺട്രോൾസ്. ഒരു ഫ്രെയിം, നമുക്കൊരു ഫോട്ടോ ഫ്രെയിം പോലെ, ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു ഫ്രെയിം ഉണ്ട് വിചാരിക്കാം. ഈ ഫ്രെയിമിൽ നമുക്ക് ഏത് ഫോട്ടോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആ ഫ്രെയിമിന്റെ ആ ഒരു ഡയമെൻഷൻ അനുസരിച്ച് ഏത് ഫോട്ടോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം.
അത് ഡൈനാമിക് ആണ്, കാരണം നമുക്ക് സ്റ്റാറ്റിക് അല്ല, എന്നാൽ ഫിക്സഡ് അല്ല. ആ ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വേറെ ഫോട്ടോ വെക്കാം. നമുക്ക് ഏത് സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാം, ഫോട്ടോസ് ചേഞ്ച് ചെയ്യാം. സോ ഡൈനാമിക്കലി ചേഞ്ചസ് ദ കൺട്രോൾസ്, അതാണ് നമുക്ക് ഫ്രെയിം ലേഔട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഏതൊരു ഫ്രെയിമാണ് ഈ ഒരു കാണുന്ന ഫ്രെയിം, ഇതിവിടെ ആക്റ്റീവ് ഫ്രെയിം അല്ല, ഇതിന്റെ ഈ ഒരു ഫ്രെയിം നമുക്ക് മുകളിൽ നിൽക്കുന്ന ഫ്രെയിമാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഫ്രെയിം. അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ വിൻഡോയില് ലാപ്ടോപ്പിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വിൻഡോ എന്നാണ് ഒരു ആക്റ്റീവ് വിൻഡോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് വിൻഡോ, ആ രണ്ട് ഓപ്ഷൻ പറയും. ഇപ്പൊ ഇതൊരു ആക്റ്റീവ് വിൻഡോ ആണ്, മുകളിൽ നിൽക്കുന്ന വിൻഡോ. വേറൊരു ഡു യു വാണ്ട് ടു സേവ് എന്നൊരു മെസ്സേജ് വരും, മെസ്സേജ് ബോക്സ്. അപ്പൊ അതായിരിക്കും ആക്റ്റീവ് വിൻഡോ. അതിന്റെ ബാക്കിന്റെ വർക്കിന് എന്തായിരിക്കും, ബാക്കിൽ വർക്കിന്റെ വിൻഡോ ഇനാക്റ്റീവ് വിൻഡോ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഫ്രെയിം ലേഔട്ട്, ഓരോന്നും ഫ്രെയിം ആക്കി. ഇതൊരു ഫ്രെയിമാണ്, തൊട്ട് ബാക്കിൽ വേറൊരു ഫ്രെയിം. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇമേജ് വ്യൂ റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗാലറിയിൽ അല്ലെ, ഹൊറിസോണ്ടൽ ലേഔട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് ഒരു പിക്ചർ, ഒരു ഫോട്ടോ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, അത് കറന്റ് ഫോട്ടോ ആണ്, നമ്മൾ നല്ല ഫോക്കസ് ചെയ്ത ഫോട്ടോ ആണ്. അപ്പൊ നമ്മൾ അതൊന്ന് മൂവ് ചെയ്യാം, ഇതൊന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോട്ടോ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും അല്ലെ. ഇങ്ങനെ ഈ സൈഡിന് ഈ സൈഡിലോട്ട് മൂവ് ചെയ്യാം, റൈറ്റിന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് ഇങ്ങനെ ന്യൂ ഫോട്ടോസ് ആഡ് ചെയ്ത് വരും, എക്സ്ട്രാ ഫോട്ടോസ്, അതായത് നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ വരും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താലോ പ്രീവിയസ് ഫോട്ടോസും നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും എന്തായിരിക്കും, ഫോക്കസ് ചെയ്യുന്ന കറന്റ് ഫോട്ടോ കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് ഓരോ ഫ്രെയിമും. ലെഫ്റ്റ് ഭാഗത്തിലെ ലെഫ്റ്റ് ഫ്രെയിം ആയിരിക്കും, റൈറ്റ് സൈഡിലെ നെക്സ്റ്റ് ഫ്രെയിം ആയിരിക്കും. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് കാണിക്കുന്നത് കറക്റ്റ് ഫ്രെയിം, ഏത് കറക്റ്റ് ആക്റ്റീവ് ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഫ്രെയിം ലേഔട്ട് എന്ന് പറയാം. ഇതെല്ലാം ഓരോ ആക്ടിവിറ്റി നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട കൺട്രോൾസ് ആണ് ആ ലേഔട്ടുകളെ പറഞ്ഞു. നമുക്ക് ഈ ലേഔട്ടിൽ നമുക്ക് ലൈവായിട്ട് പ്രാക്ടിക്കലി കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് വൺ ഗ്രിഡ് ലേഔട്ട്. ഗ്രിഡ് ലേഔട്ട് യൂസ് ചെയ്ത് ഓർഗനൈസ് ഈസ് ചിൽഡ്രൻ ഇൻ എ ഗ്രിഡ് അറേഞ്ച്മെന്റ്. ഗ്രിഡ് എന്താണെന്ന് കുറച്ച്, ഗ്രിഡ് വ്യൂ അല്ലെ, ഓരോ ഗ്രിഡുകളും സെയിം ഡയമെൻഷൻ ആയിരിക്കും, സെയിം ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുക ഗ്രിഡ് പറഞ്ഞ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്രിഡിന്റെ അകത്തും ഓരോ കണ്ടന്റ് ആയിരിക്കും. നമുക്ക് ഗ്രിഡ് വ്യൂവിൽ നമുക്ക് ഗാലറി കൺട്രോൾസിന് ഗ്രിഡ് വ്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രിഡ് വ്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചേഴ്സിന്റെ ഗ്രിഡ് വ്യൂ, ടെക്സ്റ്റിന്റെ ഗ്രിഡ് വ്യൂ, അല്ലെങ്കിൽ വീഡിയോസിന്റെ ഗ്രിഡ് വ്യൂ, സെപ്പറേറ്റ് ആയിട്ട് ഗ്രിഡ് ഉണ്ടാവും. ആ ഗ്രിഡിലെല്ലാം അതിൻ്റെതായ ടെക്സ്റ്റുകൾ നമുക്ക് അതിൻ്റെതായ പിക്ചേഴ്സോ ഇമേജസ് നമുക്ക് കാണാൻ കഴിയും. ഗ്രിഡ് ടൈപ്പ് വ്യൂസ് നോക്കാം. ഇതൊരു ഗ്രിഡ് വ്യൂ എന്ന എക്സാമ്പിൾ ആണ്. ഇവിടെ ഇത് ഫോട്ടോസ് മാത്രമുള്ള ഒരു ഗ്രിഡ് വ്യൂ. ഇതിൽ എല്ലാ ഡോഗ്സുകളും ഓരോ ഡോഗും ഓരോ രൂപത്തിലാണുള്ളത്. അതായത് നമുക്ക് ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും ഗ്രിഡ് എല്ലാ ഗ്രിഡും ഒരേപോലെയാണ്. കണ്ടോ, ഇതിന്റെ ഗ്രിഡ് ഈ രൂപത്തിലുള്ളത്. ഇത് പോർട്രേറ്റിൽ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം മുകളിൽ കാണുന്നില്ല, താഴെ പോർഷൻ കാണില്ല. പക്ഷെ അത് ആ ഗ്രിഡിന്റെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡയമെൻഷൻ ചെറുതാണ്, പക്ഷേ ഗ്രിഡ് വ്യൂവിന്റെ ഈ ഒരു അറേഞ്ച്മെന്റാണ് വരുന്നത്. അതുകൊണ്ട് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എല്ലാ സെല്ലുകളും ഒരേ ഡയമെൻഷൻ ആയിരിക്കും, ഒരേ ഫീച്ചർ ആയിരിക്കും. അപ്പൊ ഇതിൽ വരുന്ന ഫോട്ടോസ് ലാർജ് ഫോട്ടോസ് ആയാലും സ്മോൾ സൈസ് ഫോട്ടോസ് ആണെങ്കിലും അതിന്റെ റെസൊല്യൂഷൻ സ്മോൾ ആയാലും അല്ലെങ്കിൽ ലാർജ് ആണെങ്കിലും ഈ ഒരു ഗ്രിഡിക്ക് ഫിറ്റ് ആയിട്ട് വന്ന് നിൽക്കും. ബാക്കിയുള്ള പോർഷൻ കാണാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ കണ്ട ഇതിന്റെ മുകൾ ഭാഗം കാണുന്നില്ല. അപ്പൊ ആ ഒരു ഗ്രിഡിൽ അത്രേ സൈസ് ഉള്ളൂ, അതിലേക്ക് അത് അലോക്കേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, ഇവിടെ നോക്കി ഈ ഒരു സൈസ്, ഇവിടെ കുറഞ്ഞൊരു സൈസ് വരുന്നുണ്ട്. ഇവർ ലാൻഡ്സ്കേപ്പിലെ പിക്ചർ ഉണ്ട്, ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസിലേക്ക് ഡാറ്റ ഇല്ല. അപ്പൊ ഉള്ളത്തോളം അതിൽ അറേഞ്ച് ചെയ്തിട്ട് വന്നു. നേരെ പറയുന്നത് മുകളിൽ നോക്കണ്ട, മുകളിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളു, ഇവിടെ രണ്ട് പിക്ചർ ഉണ്ട്. ആക്ച്വലി ഇതാണ് ഗ്രിഡിന്റെ ലൈൻ. ഇവിടെ അങ്ങനെയല്ല, ഗ്രിഡ് ലൈന് കുറച്ചൊരു സൈസ് ഇവിടെ കൂടാണ്ട്. അപ്പൊ ഓരോ ഗ്രിഡിനെങ്കിലും ആ ഗ്രിഡിനകത്തേക്ക് ഇതുപോലെയുള്ള വാല്യൂസ്, ഇതുപോലുള്ള ഡാറ്റ എന്ന് ഉദ്ദേശിച്ച് പിക്ചർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, അതിന്റെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഈ ഇംപ്ലിമെന്റേഷൻ വരികയാണ്. ഇത് ഫിക്സ് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞ കണ്ടന്റ്. എല്ലാ ഗ്രിഡുകളും ഇതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് വീഡിയോ ആകാം, പിക്ചർ ആകാം, അനിമേഷൻസ് ആകാം, ജിഫ് അനിമേഷൻസ് ആകാം. ഇനി 5 ടൈപ്സ് ലേഔട്ട് മാനേജസ് ഏതൊക്കെയായിരുന്നു? ലീനിയർ ലേഔട്ട്, ടേബുലർ ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, ഫ്രെയിം ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്. 5 ടൈപ്സ്. ഓക്കെ, നമുക്ക് ലേഔട്ട് നോക്കാം. ലേഔട്ട് നോക്കാൻ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ ഡോട്ട് XML കൂടെ എടുക്കുക. ഇവിടെ കണ്ടോ റിലേറ്റീവ് ലേഔട്ട്. ഈ ഒരു ഡിസൈൻ, ഈ ഒരു ആക്ടിവിറ്റിയിൽ റിലേറ്റീവ് ലേഔട്ടാണ് പറഞ്ഞത്. ഈ റിലേറ്റീവ് ലേഔട്ടിന് അകത്തായിരിക്കും ബാക്കിയുള്ള എല്ലാ കൺട്രോൾസും ഉണ്ടായിരിക്കുക. കണ്ടോ, ഇവിടെ കണ്ടോ റിലേറ്റീവ് ലേഔട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തായിരിക്കും നമ്മൾ ഒരു ബട്ടൺ കൺട്രോൾ ഓപ്പൺ ആക്കിയിടാം. നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടൺ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, ഒരു ബട്ടൺ ഇതെവിടെ വന്ന് നോക്കി, ഇതിന്റെ കൂടെ നോക്കിയാൽ മതി. കണ്ടോ, ഈ ബട്ടൺ കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട് റിലേറ്റീവ് ലേഔട്ടിനകത്ത്. ഏത് കൺട്രോൾ ഇതിനകത്ത് ഇങ്ങനെ വരിക, ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് കൊണ്ട് ഇവിടെ ആഡ് ചെയ്ത് വിചാരിക്കാം. നോക്കാം, ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഒരു ആരോ വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളറിലെ ആരോ, 2 ആരോ വരുന്നുണ്ട്. അത് മുകളിലത്തെ കൺട്രോളിൽ നിന്ന് ഈ കൺട്രോളിലെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഒരു ക്യാപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്റ് പോലെ അലൈൻ പാരന്റ് റൈറ്റ് ട്രൂ കണ്ടോ, ഇങ്ങോട്ട് വെക്കുമ്പോൾ ചേഞ്ച് വരുന്നുണ്ട്. ഏതാ അലൈൻ റൈറ്റ് ബട്ടൺ 1 റൈറ്റ് സൈഡിലാണ് ഇത് ആക്സസ് ചെയ്യുന്നത്.
ബിലോ റൈറ്റ് ബട്ടൺ മാർജിൻ 103 ചേഞ്ച് വരുന്നുണ്ടോ? മുമ്പ് ആക്സസ് ചെയ്ത കൺട്രോൾ ഏതാണോ ആ കൺട്രോളിനെ ചേഞ്ച് ചെയ്തിട്ട് വരും. അതാണ് പാരന്റ് കൺട്രോൾ. ഇപ്പൊ ക്രിയേറ്റ് ചൈൽഡ് കൺട്രോൾ ഉണ്ടോ? ഒരു ആരോ വരുന്നുണ്ട് ഇവിടെ. ഇത് മൂവി അനുസരിച്ച് ചേഞ്ച് ആവും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കൂടെ നോക്കാം. ഇതുണ്ടോ ലേഔട്ട് ബിലോ @ID ബട്ടൺ 1. അപ്പൊ ഈ മുകളിലാണ് ബട്ടൺ 1 ഉള്ളത്. കണ്ടോ ബട്ടൺ 1. ഈ ബട്ടൺ 1ന്റെ ഐഡിയിൽ നിന്ന് അതിന്റെ ബിലോ അതിന്റെ താഴെയാണ് ഇത് ഇപ്പൊ അസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ മുകളിൽ കൊടുത്തു നോക്കാം. ഉണ്ടോ മുകളിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ സെറ്റ് ചെയ്ത് ഈ ഒരു ആരോ ഇവിടുന്ന്. അപ്പൊ അതിന്റെ കൺട്രോൾസ് നോക്കി ചേഞ്ച് വന്ന് നോക്കി. ഇതാ മാർജിൻ റൈറ്റ് 34 dp, മാർജിൻ ടോപ്പ് 28 dp. ഇവിടെ ഇത് ഓട്ടോമാറ്റിക് ഒരു ഓൾറെഡി അസൈൻ ചെയ്തില്ല, ഓൾറെഡി ഉള്ള കൺട്രോൾ ഏതാണോ ആ കൺട്രോളിനനുസരിച്ച് ഈ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇനി വേറൊരു കൺട്രോൾ നമ്മൾ കൊണ്ടുവന്ന് വിചാരിക്കുക, ഇതാ ഒരു ചെക്ക് ബോക്സ്. ഇത് കണ്ടോ, അപ്പോഴും ഇതുപോലെ ആരോസ് വരും. ഈ ആരോ വരുന്നത് എന്താ? റിലേഷൻ ആണ്. മുമ്പ് ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത കൺട്രോൾസ് ഏതൊക്കെയാണോ അതിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര ലെങ്ത് ഉണ്ട്, എത്ര മീങ്ങിട്ടാണ് അതിന്റെ കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ വാല്യൂ ഇതുപോലനുസരിച്ച് ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് റിലേറ്റീവ് ലേഔട്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന് പകരം ഇവിടെ ലീനിയർ ലേഔട്ട് കൊടുത്ത് നോക്കാം. ലീനിയർ ലേഔട്ട് കണ്ടോ, ലീനിയർ ലേഔട്ട്. ഇപ്പൊ താഴെ എന്ത് ചെയ്യണം? ലീനിയർ ലേഔട്ട് ക്ലോസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു കൺട്രോൾ കൊണ്ടുവരാൻ പോകണം. അപ്പൊ അതിന്റെ ഡിഫറൻസ് നോക്കാം. ഒരു ബട്ടൺ കൺട്രോൾ കണ്ടോ, ഇത് എവിടെ പ്ലേസ് ചെയ്യാൻ കഴിയില്ല. എവിടെ പ്ലേസ് ചെയ്യുള്ളൂ? ഏറ്റവും ടോപ്പിൽ. എവിടെ കാണിക്കുന്നുണ്ടോ? ഇവിടെ കൊടുത്തിട്ട് കഴിഞ്ഞാലും അങ്ങോട്ടേ അത് പോകുള്ളൂ. ഉണ്ടോ ലീനിയർ ആയിട്ട്. ഈ രണ്ടാമത് ഞാൻ കൺട്രോൾ കൊടുത്തിട്ട് ഒരു റേഡിയോ ബട്ടൺ ഉണ്ടോ, ഇത് എവിടെ വരുന്നുള്ളൂ? പിന്നെ അത് മുകളിൽ. ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ല, ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, അവിടെ തന്നെ വരുന്നുള്ളൂ കണ്ടന്റ്. ഉണ്ടോ? ദെൻ കൺട്രോൾ അവിടെ ഇട്ട് അടുത്ത കൺട്രോൾ ഒരു സ്മോൾ ബട്ടൺ കൊടുക്കുന്നു. ഉണ്ടോ, അത് അവിടെ സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ഞാനൊരു റേഡിയോ ബട്ടൺ കൊണ്ടുവന്നു. ഉണ്ടോ, അത് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ, ഈ ഒരു സ്പേസ് ഇല്ല, അല്ല റീഡ് ചെയ്യാൻ സ്പേസ് ഇല്ല. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞു ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. കണ്ടോ, അവിടെ സ്പേസ് ഉണ്ട്, ചെറിയതായിട്ട് കാണിക്കണ്ട, ടെക്സ്റ്റ് വന്നാൽ കൊള്ളില്ല. അടുത്ത ഓപ്ഷൻ ഒരു ബട്ടൺ കൂടെ, വേറൊരു ബട്ടൺ കൊണ്ടുണ്ട്. അല്ല ഇത് അവിടെ കാണിക്കുന്നത്, പക്ഷെ സ്പേസ് ഇല്ല, ഇതവിടെ അറേഞ്ച് ചെയ്യാം, ഇത് കാണാൻ കഴിയില്ല. അപ്പൊ നെക്സ്റ്റ് ബട്ടൺ ഹൊറിസോണ്ടൽ ആണ് ഈ അസൈൻമെന്റ്. ഇവിടെ അറേഞ്ച് ചെയ്തു, തൊട്ടടുത്ത് ഹൊറിസോണ്ടൽ ആയിട്ട് ഇവിടെ അസൈൻ ചെയ്തു. ലീനിയർ ലേഔട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പോകുന്നത് അല്ലെ? ഇനി നമുക്ക് സെറ്റിംഗ്സ് ഡിലീറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് ലീനിയർ കഴിഞ്ഞ ശേഷം വരുന്ന ലേഔട്ട് ആണ് ഫ്രെയിം ലേഔട്ട്. ഇനി വരുന്നുണ്ട് ഫ്രെയിം ലേഔട്ട്, FRAM, ഫ്രെയിം ലേഔട്ട്. ഓക്കെ, ഫ്രെയിം ലേഔട്ട്. ഇവിടെ നമുക്ക് കൺട്രോൾസ് കൊണ്ടുവന്നിടാം. കണ്ടോ, ഇത് കംപ്ലീറ്റ് ഒരു ഫ്രെയിം ആണ്. കണ്ടോ, ഇവിടെ ഒരു ഗ്രീൻ ഒരു യെല്ലോ കളർ കണ്ടോ, ഓറഞ്ച് കളറിൽ. ഈ കൺട്രോൾ ഇവിടെ ഇല്ലെങ്കിൽ നോർമലി ആണ്. ഈ കൺട്രോൾ പിക്ക് ചെയ്യാൻ തന്നെ ആ രൂപത്തിൽ ഒരു ഫ്രെയിം ആണ് അത് സെറ്റ് ചെയ്ത്. നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റില്ല, ആ ഫ്രെയിമിന്റെ മുകളിലാണ് അടുത്ത് വന്നത്. ഇനി വേറെ കൺട്രോൾ ഇട്ട് നോക്കിയേ, ഇതൊക്കെ അവിടെ വരുള്ളൂ, വേറെ ഇങ്ങോട്ടോ താഴെ ഏത് ഭാഗത്തും കാണില്ല. കാരണം ഇതൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിന്റെ മുകളിലാണ് വേറെ ഫ്രെയിം കൊണ്ടിട്ട്. അപ്പൊ അത് കൺട്രോൾസ് കൊണ്ടിട്ട് അതിന്റെ മുകളിൽ വരും. ഇപ്പൊ നമ്മൾ ഫോട്ടോ ഫ്രെയിമിൽ ഒരു ഫോട്ടോ ഇട്ട് വിചാരിക്കുക, ആ ഫോട്ടോ മാറ്റാതെ വേറെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലോ അത് അതിന്റെ മുകളിൽ വരും അല്ലെ? ഏത് ഒരു ഫോട്ടോ നമുക്ക് കാണാൻ കഴിയുള്ളൂ, അതേ രൂപത്തിൽ ആ കൺട്രോളിന്റെ മുകളിൽ വേറെ കൺട്രോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അത് ഫ്രെയിം കൺട്രോൾ, ഫ്രെയിം ലേഔട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേബിളാർ ലേഔട്ട്. ടേബിളാർ ലേഔട്ട് അല്ലെ? ടേബിളാർ ലേഔട്ട് നോക്കാം. ഒരു കൺട്രോൾ ബട്ടൺ കൺട്രോൾ. ടേബിളിലെ സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടേബിൾ ഫസ്റ്റ് റോ സെറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് കൺട്രോൾ കൊണ്ടുവരുന്ന സ്പേസ് ഇല്ല, ആ സീരിയലില്ല, താഴത്തേത് ചെക്ക് ബോക്സ്. ഇനി വേറൊന്നും ഇട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ സ്പേസ് ഇല്ല, ഇത് സിംഗിൾ കോളാക്കി റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഈ കോളംസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം. ഈ ലേഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേഔട്ടിന് സെറ്റ് ചെയ്യുക, എത്ര കോളം വേണം, എത്ര റോസ് വേണം സെറ്റ് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് നമുക്കിവിടെ ഈ ഒരു സിംഗിൾ വിൻഡോനെ മൾട്ടിപ്പിൾ കോളംസ് റോസും ആക്കി മാറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടേബിളിൽ തന്നെ ടേബിളർ ലേഔട്ടിൽ ഒരു ടേബിളിലെ ഫസ്റ്റ് റോയില് 5 കോളംസ് ഉണ്ടായിരിക്കും, സെക്കൻഡ് റോയില് 3 കോളംസ് അല്ലെങ്കിൽ 2 കോളംസ് ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും സ്പാൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇവിടെ നമുക്ക് ഞാൻ പ്രോപ്പർട്ടീസിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഗ്രിഡ് ലേഔട്ട് അല്ലെ? ഗ്രിഡ് ലേഔട്ട്. ഗ്രിഡ് ലേഔട്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യണം. കൺട്രോൾസ് കൊടുത്തിടാം, ലേഔട്ട് വരുന്നില്ലല്ലോ. ഒരു കാര്യം, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. എവിടുന്ന? ഇവിടെ കൺട്രോൾസ് നമ്മൾ ആക്സസ് ചെയ്യാം. ലേഔട്ടുകൾ ഇവിടെ കിട്ടും. ലീനിയർ ലേഔട്ട് ഹൊറിസോണ്ടൽ, ലീനിയർ ലേഔട്ട് വെർട്ടിക്കൽ, റിലേറ്റീവ് ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്. അപ്പോൾ ഗ്രിഡ് ലേഔട്ടിന് നമുക്ക് ഇത് ആക്സസ് ചെയ്യാം. API ലെവൽ 14 ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അത് വരാത്ത. ഗ്രിഡ് ലേഔട്ട് എറർ വരുന്നത്. ഓക്കെ, ഗ്രിഡ് ലേഔട്ട് അവൈലബിൾ ഹയർ വേണം, 14 ഓർ ഹയർ വേണം. ഓക്കെ, അപ്പോൾ 5 ലേഔട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രെയിം ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, ടേബിളാർ ലേഔട്ട്, ലീനിയർ ലേഔട്ട്, റിലേറ്റീവ് ലേഔട്ട്.
ഓക്കെ, ഡീഫോൾട്ട് യൂസ് ചെയ്യുന്ന ലേഔട്ട് ആണ് റിലേറ്റീവ് ലേഔട്ട്. ദെൻ ആൻഡ്രോയിഡ് മെനൂസ് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.